മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്തെ ഒരു കഥ പറയാം. ഇത് ജമാ മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. ഷാജഹാൻ ചക്രവർത്തി ലോകപ്രശസ്തമായ ഈ പള്ളി പണികഴിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ തറക്കല്ലിടാൻ ഒരു പ്രത്യേക നിബന്ധന വെച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അസർ നമസ്കാരം വൈകുന്നേരത്തെ പ്രാർത്ഥന മുടക്കാത്ത ഒരാൾ വേണം ഇതിന്റെ ആദ്യത്തെ കല്ല് സ്ഥാപിക്കാൻ എന്നതായിരുന്നു അത്. രാജ്യത്തെ വലിയ പണ്ഡിതന്മാരും പ്രഭുക്കന്മാരും ഒത്തുകൂടിയെങ്കിലും ആർക്കും മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കി നിൽക്കെ ഒടുവിൽ ഷാജഹാൻ ചക്രവർത്തി തന്നെ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തുതി, എന്റെ കുട്ടിക്കാലം മുതൽ ഇന്നുവരെ ഞാനൊരു അസർ നമസ്കാരം പോലും മുടക്കിയിട്ടില്ല. അങ്ങനെ ചക്രവർത്തി തന്നെ പള്ളിയുടെ ആദ്യത്തെ കല്ല് സ്ഥാപിച്ചു എന്നാണ് ചരിത്രത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ഒരു കഥ. 1650 നിർമ്മാണം ആരംഭിച്ച് 1656 പൂർത്തിയാക്കി. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും മാർബിൾ ഉപയോഗിച്ചാണ് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഒരേ സമയം ഏകദേശം 25,000 പേർക്ക് ഇവിടെ പ്രാർത്ഥന നടത്താൻ സൗകര്യമുണ്ട്. പള്ളിക്ക് 40 മീറ്റർ ഉയരമുള്ള 2 പ്രധാന മിനാരങ്ങളുണ്ട്. ഇതിൽ തെക്ക് ഭാഗത്തുള്ള മിനാരത്തിൽ കയറിയാൽ പഴയ ഡൽഹിയുടെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. 3 വലിയ കവാടങ്ങളാണ് പള്ളിക്കുള്ളത്. കിഴക്ക് ഭാഗത്തുള്ള കവാടം പണ്ട് ചക്രവർത്തിമാർക്ക് മാത്രമായി ഉപയോഗിച്ചിരുന്നതാണ്.